അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ ചെറിയാൻ ഫിലിപ്പിനെയാണ്. KTDCയുടെ മുൻ ചെയർമാനും കേരള രാഷ്ട്രീയത്തിൽ തന്നെ കറകളഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു വ്യക്തിപ്രഭാവമാണ് ശ്രീ ചെറിയാൻ. സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വളരെ ഗഹാതത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആളുകളും മിക്കവാറും എല്ലാം അരനൂറ്റാണ്ട് മുമ്പ് അതിൽ വേറെ പരിചിതരായാണ്. എനിക്ക് തോന്നുന്നത് ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയേക്കാൾ അല്ലെങ്കിൽ മറ്റാരേക്കാൾ കൂടുതൽ ഡാർലി എം മൻകോശിയെ അടുത്തറിയാവുന്ന ആദ്യം കാണുന്ന ആൾ ഞാനാണെന്ന് വിശ്വസിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ ഒരു വർഷം ജൂനിയറായി പഠിക്കുന്ന ആളാണ് ഡാർലി മൻകോശി. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എനിക്കും ആ ഭ്രാന്തുണ്ടായിരുന്നു. 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ നിർത്തി. കാരണം 10ാം ക്ലാസ് ആയപ്പോൾ എനിക്ക് ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ജയിലിൽ പോകേണ്ട ഒരു വിദ്യാർത്ഥി നേതാവായി 13ാം വയസ്സിൽ തന്നെ ഞാൻ മാറിയത് കൊണ്ട് പിന്നെ പ്രസംഗ മത്സരത്തിൽ പോയിട്ടില്ല. പക്ഷേ ഡാർലി മൻകോശിക്ക് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ തോന്നയ്ക്കൽ ആശാൻ സ്മാരക നടന്ന ഒരു പ്രസംഗ മത്സരത്തിൽ സമ്മാനം കിട്ടി. സ്കൂൾ ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തെ അസംബ്ലിയിൽ വെച്ച് ഞാൻ അനുമോദിച്ചത് ഓർക്കുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, GG തോംസൺ 2 വർഷം ജൂനിയറാണ്. ഞാൻ PDE പഠിക്കുമ്പോൾ അദ്ദേഹം മോഡൽ സ്കൂളിൽ പഠിക്കുന്നു. അദ്ദേഹത്തെ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിർത്തുകയും ജയിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കുകയും ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം മോഡൽ സ്കൂളിന് വേണ്ടി ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. തന്നെക്കാൾ വലിയ ട്രോഫിയുമായി നിൽക്കുന്ന GG തോംസൺ. അങ്ങനെയുള്ള GG തോംസൺ ഓർക്കുന്നുണ്ടാവും. ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് തന്നെക്കാൾ അത് വലിയ ട്രോഫിയാണ് നേടിയ ആളാണ് GG തോംസൺ. ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ ഞാൻ ചിത്രലേഖ ഫിലിം സൊസൈറ്റി തുടങ്ങിയ കാലം മുതൽ അറിയാം. പക്ഷേ സ്വയംവരം വന്ന 72-ൽ ആദ്യം അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പോയപ്പോൾ മനസ്സിലായില്ല. കാരണം അതും മറ്റേ ശാരദയും ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകുന്നു. പക്ഷേ വീണ്ടും കണ്ടപ്പോഴാണ് അതിൻ്റെ കഥ മനസ്സിലായത്. നവതരംഗ സിനിമകളുടെ കാലമാണ്. സത്യജിത് റേയും മറ്റേ ഇമ്രാൻ സലിനും ഒക്കെ ബംഗാളിലും ഒക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ 72-ൽ അദ്ദേഹം സ്വയംവരത്തിലൂടെ പ്രസിദ്ധി ആർജിച്ച സമയം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് കൊടിയേറ്റം വന്നപ്പോഴുള്ള ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ക്ഷണിച്ചുകൊണ്ടുപോയി പോയ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഫിറോസ് റങ്കുൺവാല, ഒരു ചലച്ചിത്ര നിരൂപകൻ, അദ്ദേഹം പങ്കെടുക്കുന്ന മീറ്റിങ്ങിലാണ് ഞാൻ അദ്ദേഹത്തെ ആക്കുളത്തു നിന്ന് വിളിച്ചുകൊണ്ട് വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അതേ കാലഘട്ടത്തിൽ. പിന്നെ തമ്പാനാണെങ്കിൽ ഞാൻ KSU കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേദിയിലേക്ക് 70 കാലഘട്ടത്തിൽ വരുന്ന ദിവസം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ബാലചന്ദ്രൻ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചെമ്പഴന്തി കോളേജ് പഠിക്കുമ്പോൾ പരിചയമുണ്ട്. എൻ്റെ തൊട്ടുപുറകെ വരികയും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് മത്സരിക്കുന്ന കാലഘട്ടത്തിൽ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്. ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പറഞ്ഞാലും എൻ്റെ വന്ദ്യനായ ഗുരുഭൂതനാണ് JG ജോർജ്. എന്നെയും ബാലചന്ദ്രനെയും അതുപോലെ തന്നെ ഡാർലിയും ഇംഗ്ലീഷ് പഠിപ്പിച്ച ആളാണ്. അതിൻ്റെ ഗുണം കൊണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല അദ്ദേഹം ഹോസ്റ്റലിലെ വാർഡൻ കൂടിയായിരുന്നു. ഞങ്ങളുടെ ഒരു രഹസ്യ സങ്കേതം വന്ന ഹോസ്റ്റലാണ്. അപ്പോൾ രഹസ്യമായി ഒരു മുറിയിൽ 10 പേരൊക്കെ താമസിപ്പിക്കും. പക്ഷേ കണ്ടില്ലെന്ന് അടിച്ച് അതേസമയം സ്നേഹപൂർവ്വം ഉപദേശിച്ച് ഞങ്ങളെ തലോടി വളർത്തിയ ഒരാളാണ്. ശ്രീ രഘുനാഥും ഞാനും ഡാർലിയും ഒരു നാട്ടുകാരനാണ്, ചെങ്ങന്നൂർക്കാരാണ്. അത് ആ ഒരു ഓർമ്മ കിടക്കുകയാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ഡാർലിയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഡാർലി ഉമ്മൻ കോശി എന്നുള്ള പേര് കേട്ടപ്പോൾ ഇന്നിപ്പോൾ ആ 3 പേരുകൾ പലർക്കും ഉണ്ടാകും. അത് കാരണം ഡാർലി എന്ന പേര് ഡാർലിംഗ് എന്ന അർത്ഥത്തിൽ മാതാപിതാക്കൾ വളരെ പ്രിയ കൊടുത്ത പേരാണ്. ആ പേര് ഉമ്മൻ എന്ന അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരുമായ കോശി ചേർത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ 3 പേരുകൾ വരുന്നത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ അങ്ങനെയില്ല. ചെറിയാൻ ഫിലിപ്പ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ജോർജ് ജേക്കബ് എന്നൊക്കെ ഞങ്ങളുടെ നിലയിൽ ഇങ്ങനെ ഉള്ള പേരുകളാണുള്ളത്. പക്ഷേ ഈ ഡാർലി ഉമ്മൻ കോശി എന്ന പേര് കേട്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത ചില കസിൻസ് പെൺകുട്ടികളുടെ പേര് ഡാർലി എന്നുണ്ട്. പക്ഷേ
ഏതൊരു പെൺകുട്ടി വേഷം മാറി വന്നിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടായത് ഇന്ന് കോളേജിൽ പഠിക്കുമ്പോൾ. പിന്നീടാണ് അന്ന് വളരെ സുമുഖനായ, ഇതിനേക്കാളും വളരെ മെലിഞ്ഞ സുന്ദരനായ ഒരാളാണ്. അപ്പം അദ്ദേഹം ഡാർലിംഗ് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ എനിക്ക് ജൂനിയറായി ഡാർലി അവിടെ വരുന്നു. അപ്പം ഞാൻ വോട്ട് പിടിക്കാനാണ് ഇദ്ദേഹത്തോട് കാണാറുള്ളത്. വോട്ട് പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കൊണ്ട് ചെന്ന് ലോഹിയൊക്കെ പറഞ്ഞ് ഇതുണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ട് എനിക്ക് 2 വട്ടം കിട്ടിയത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ജയിക്കുകയും ചെയ്യും. പിന്നീട് അദ്ദേഹം മത്സരിച്ച സമയത്ത് ഞാൻ ലോ കോളേജിലേക്ക് പോയത് കൊണ്ട് അദ്ദേഹം അതിൽ പങ്കാളിയാൻ പറ്റിയില്ല. അത് അദ്ദേഹം മാറി ഈ കോളേജിലെ മറ്റേ എഡിറ്ററായി മാറി. ആ അദ്ദേഹം എഡിറ്റ് ചെയ്ത മാഗസിൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതേ കാലഘട്ടത്തിൽ മാറിവാനസ് കോളേജിൽ എഡിറ്ററായിരുന്ന ആളാണ് നജീബ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നജീബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വലിയ ബിസിനസ്സുകാരനും മറ്റേ കിംസിൻ്റെ MD ഒക്കെയാണ്. പക്ഷേ അദ്ദേഹം അന്ന് നജീബ് മുരുക്കുമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനായിരുന്നു, ചെറുകഥാകൃത്തായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം പോയത്. ബോധി മാസിക പൊളിഞ്ഞുപോയി. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ധാരാളം കഥകളുണ്ട്. അതിലേക്കൊന്നും ഞാനിവിടെ കിടക്കുന്നില്ല. ഈ ഇരിക്കുന്ന പലരും ഉണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന, അവിടെ ഇരിക്കുന്ന ബാബുരാജ്, ഇങ്ങനെ എല്ലാ ആളുകളും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇവിടുത്തെ കഥാപുരുഷൻ ഡാർലി എം ഘോഷി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇപ്പോഴാണ് കിട്ടിയത്, ഞാൻ വായിച്ചിട്ടില്ല. MR തമ്പാൻ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കാര്യമുണ്ട്, സർവീസ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്താണ് വൈജ്ഞാനിക ആഖ്യാന സാഹിത്യം എന്തൊക്കെ ഒരു പേര് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും അനുഭവം, എന്തായാലും അദ്ദേഹത്തിൻ്റെ അനുഭവം ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഈ പറയുന്ന കൈത്തറി വികസന കോർപ്പറേഷൻ്റെ MD ആയിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇദ്ദേഹം അന്ന് കുസാറ്റിലൊക്കെ പോയി പഠിച്ചിട്ട് MD ആവുന്ന സമയത്ത് കലാശാല എന്ന KSUവിൻ്റെ മുഖപത്രം, അതിൽ നജീബ് കഥ എഴുതിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന പല സാഹിത്യകാരും, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, നമ്മുടെ K ജയകുമാർക്ക് ആദ്യം എഴുതിയ കലാശാലയാണ്. അപ്പോൾ അങ്ങനെയുള്ള കലാശാലയ്ക്ക് ഒരു പരസ്യം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു ഹാൻഡെക്സിൽ പോയി പരസ്യം വാങ്ങിക്കുകയും സന്തോഷപൂർവ്വം ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ കാശ് തരികയും ചെയ്ത ഒരാളാണെന്നുള്ളതാണ് എനിക്ക് ഒരു ഓർമ്മയുള്ളത്. പിന്നീട് കണ്ടിട്ടേ ഇല്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം മലയാള മനോരമയിൽ, അതാണ്ട് 15 വർഷം അല്ലെങ്കിൽ 17 വർഷം മുമ്പ് ഒരു വാർത്ത കണ്ടു. ഡാർലി എം ഘോഷിക്ക് ദേശീയ അവാർഡ്. അപ്പോൾ നമ്മുടെ ഡാർലി അല്ലേ ഇത്? വർഷങ്ങളായി മറന്നുപോയി കിടക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് തോന്നി ഇദ്ദേഹത്തെ കണ്ടുപിടിക്കണമല്ലോ. പക്ഷെ ഇവിടെ ഒരു പിടിയില്ല. എവിടെയാണ്? അഹമ്മദാബാദിലെ ഫാഷൻ ടെക്നോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് മാത്രം അറിയാം. പക്ഷേ ഞാൻ തപ്പിപ്പിടിച്ച് അദ്ദേഹത്തിന് ഒരു അനുമോദന കത്ത് അയച്ചു. അനുമോദന കത്ത് മറുപടി കിട്ടി. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം ആ അനുമോദന കത്ത് എനിക്ക് വാട്സപ്പിൽ അതേപടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് 17 വർഷം മുമ്പ് ഞാൻ എഴുതിയ അനുമോദന കത്ത് അദ്ദേഹം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ മുദ്രയായി സൂക്ഷിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതിന് ഡാർലി എം ഘോഷിയോടുള്ള സ്നേഹത്തെക്കാളേറെ ഫാഷൻ ഡിസൈൻ ടെക്നോളജിയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. കാരണം ഞാനും നജീബൊക്കെ ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. സ്ഥിരമായിട്ട് ടൂറിസം മേളകളിൽ പോകും. മിലാൻ എന്ന സ്ഥലത്ത് ഒരു ടൂറിസം മേളയ്ക്ക് പോയപ്പോൾ, മിലാൻ ഒരു ഫാഷൻ സിറ്റിയാണ്, അവിടെ ഫാഷൻ ടൂറിസം എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ട്. അപ്പോൾ ആ ടൂറിസം മേളയിൽ വ്യതിചലിച്ച് ഞാൻ ഈ ഫാഷൻ കേന്ദ്രങ്ങളിൽ പോയി. കാരണം എന്നുണ്ടെങ്കിൽ ആ ഫാഷനോട് എനിക്കൊരു ഭ്രമയുണ്ട്. ഇപ്പോഴും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും കറുത്ത വസ്ത്രം ധരിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരനായിട്ടുണ്ടെങ്കിൽ പണ്ട് ഇരിക്കണമെങ്കിൽ ഖദർ ഭരിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. എന്നെ KPCC ഭാരവാഹിയായപ്പോൾ HK ആന്റണി എന്നോട് പറഞ്ഞു, ഇനിയും KSU യൂത്തൊന്നുമല്ല, KP സെക്രട്ടറിയാണ്, അന്നെങ്കിൽ 32 വയസ്സേ ഉള്ളൂ, ഖദർ ധരിച്ചേ പറ്റുള്ളൂ. ഞാൻ പറ്റില്ല, വേണമെങ്കിൽ രാജിവെച്ചേക്കാമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഖദർ വിരോധിയൊന്നുമല്ല. ഞാൻ പറഞ്ഞത് എനിക്കെന്തോ ഒരു ഫാഷൻ അഭിനിവേശമാണ്. അതിന് കാരണം എൻ്റെ അമ്മയാണ്. ഞാൻ കുട്ടിക്കാലം വഴി ഇടുന്ന വേഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മുണ്ട് ആണ് ഇരിക്കുന്നതെങ്കിൽ ഷർട്ടിൻ്റെ മുണ്ടിൻ്റെ കര ഒരുമിച്ചിരിക്കും. അതിൽ ഒരു 19 വർഷമായിട്ട് ഒരു നിർബന്ധ ബുദ്ധി പുലർത്തിയിട്ടുണ്ട്. ഇപ്പോഴത് എല്ലാവരും ഫാഷനാണ്, അത് ഫാഷനല്ല. അതിൻ്റെ കാരണം എൻ്റെ അമ്മയാണ്. കാരണം അമ്മ എനിക്ക് ഷർട്ടും തുണിയും വാങ്ങിച്ചു തരുന്നതോടൊപ്പം പിന്നെ കരാൾക്കടയിൽ പോയി ഇതേപോലുള്ള കര നിർമ്മിച്ചുകൊണ്ട് തരുമായിരുന്നു. ഇപ്പോൾ അത് ഫാഷൻ എല്ലായിടത്തും കിട്ടും. അപ്പോൾ ഫാഷനോടുള്ള അഭിനിവേശം കൊണ്ട് ഈ മിലാനി വന്ന ശേഷം ഞാൻ ഹരിയാനന്ദ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഒരു ഫാഷൻ ഷോ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു ഫാഷൻ ഷോ ബോൾഗേറ്റ് വെച്ച് നടത്തണം. അപ്പോൾ എനിക്ക് ഈ ഫാഷൻ ടൂറിസം എന്ന് പറയുന്നൊരു സംരംഭം ഈ മിലാനിലും പാരീസിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫാഷൻ ടൂറിസം എന്ന് പറയുന്ന ഒരു സംരംഭം കേരളത്തിൽ തുടങ്ങിയാലോ എന്ന് ഒരു ആലോചന ഞാൻ കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ കേരളത്തിൽ ഫാഷൻ ടൂറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും, കാരണം ഫാഷൻ എന്ന് പറയുമ്പോൾ ഡിസൈൻ രൂപകൽപ്പന എന്ന് പറയുന്നത് ഇപ്പം ഇന്നലെ തന്നെ പത്രങ്ങൾ കണ്ടു, ഒരു കൂരിയാട്
ദേശീയപാത തകർന്നപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു പ്രശ്നമാണ് പ്രശ്നം. കെ സി വേണുഗോപാൽ ഇന്നലെ പറഞ്ഞ അതിൻ്റെ രൂപകൽപ്പന, അത് ആ ഡിസൈനിലുള്ള പ്രശ്നമാണ്. അപ്പം ഡിസൈനാണ് എല്ലാത്തിൻ്റെയും പ്രധാനം. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഡിസൈൻ ശരിയല്ലെങ്കിൽ ചിലപ്പോൾ താഴെ വീഴും. അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു അനിവേഷണീയമായ കാരണമാണ്. വേഷത്തിലുമുണ്ട് ഡിസൈൻ. ഒരു ഡിസൈനർ ടെക്നോളജിയുടെ കാലമാണ്, ടെക്സ്റ്റൈൽസിൻ്റെ കാലമാണ്. അപ്പോൾ ഈ ഡിസൈൻ എന്ന് പറയുന്ന ഫാഷൻ ടൂറിസത്തിൻ്റെ ഒരാളായിട്ടാണ് ഹരിയാണെന്ന് വന്നപ്പോൾ ഞാൻ ബോൾഗറ്റി പാലസ് 50% ഡിസ്കൗണ്ട് കൊടുത്ത് തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു വലിയ സിനിമാ താരത്തെയാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. സമയമായപ്പോൾ സിനിമാ താരത്തെ കാണാനില്ല. ഈ റാമ്പിൽ സ്ത്രീകളിങ്ങനെ അല്പവസ്ത്രധാരികളായി പോകുന്ന റാമ്പിൽ എന്നെ പിടിച്ച് കയറ്റി. പിറ്റേ ദിവസം ആയപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഈ 10-12 പെൺകുട്ടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റാമ്പിൽ മധ്യത്തിൽ ഞാൻ നിൽക്കുന്ന പടമാണ് അടിച്ചു വന്നത്. ഭാഗ്യവശാൽ ഇത്രയും സോഷ്യൽ മീഡിയയുടെ പ്രശ്നം വന്നില്ല. എങ്കിൽ പോലും ഞാൻ സത്യം പറഞ്ഞ വളയിട്ട കൈകളില്ലാതെ പോയതിൻ്റെ എൻ്റെ ഗുണം അതാണ് പറഞ്ഞത്. അന്ന് വളയിട്ട കൈകൾ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റില്ലായിരുന്നു. തീർച്ചയാണ്. എന്തായിരുന്നാലും ഫാഷൻ ടൂറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഡാർലി ഉമ്മൻ കോശിയുടെ ആ ദേശീയ അവാർഡും ഒരു ഘടകമായിരുന്നു. എന്തായിരുന്നാലും ഇന്ന് ഫാഷൻ ഡിസൈനിങ് രംഗത്ത് നമ്മുടെ ആളുകൾ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇൻഡസ്ട്രിയാണ് വന്നിട്ടുണ്ട്. എൻ്റെ സ്നേഹിതരുടെ ഐഷ റൂബിയും ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ബിസിനസ്സുകാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫാഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു ഉപദേഷ്ടാവായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഗുരുവാണ് ഡാർലി ഉമ്മൻ കോശി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം BSSൻ്റെ മാത്രം മെൻറ്ററല്ല, അദ്ദേഹം കേരളത്തിലെ ഫാഷൻ ടൂറിസത്തിൻ്റെയും ഫാഷൻ ടെക്നോളജിയുടെയും ഒരു വലിയ വ്യവസായ സംരംഭം തുടരാനുള്ള സാധ്യത കാണുമ്പോൾ അതിനുള്ള ഒരു ഗുരുബോധനായി ആ രംഗത്തുള്ളവർ അദ്ദേഹത്തെ ദത്തെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം വായിച്ച ശേഷം എഴുതാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Thank you so much, sir. The city of Trivandrum will always fondly remember Sri Gigi Thompson for his pivotal, effectively handled the most revolutionary Operation Ananda and saved our city from disastrous flooding. It's my pleasure to now invite Sri Gigi Thompson to release The Gemini Man, a collection of poems written by Dr. Dali in his younger days. Sri Anthony Thomas will receive the copy. Thank you very much. I now invite Sri Gigi Thompson to share his thoughts with us. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ BS ബാലചന്ദ്രൻ, ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ സർ, പ്രിയപ്പെട്ട ചെറിയാൻ ഫിലിപ്പ്, ഡോക്ടർ തമ്പാൻ, പ്രിയപ്പെട്ട ഡാർലി ഉമ്മൻ കോശി, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇന്ന് മെയ് 29 ഇന്നലെ ആയിരുന്നു ഡാർലിയുടെ 70ാം പിറന്നാൾ. അപ്പോൾ ഈ 70ാം പിറന്നാളിനോടനുബന്ധിച്ചാണ് ഇന്ന് ഈ 2 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തത്. അതുകൊണ്ട് തന്നെ സപ്തതി നിറവിൽ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഡാർലി ഉമ്മൻ കോശിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ മംഗളാശംസകൾ നേരുന്നു. ദീർഘായുഷ്മാൻ ഭവ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2 പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. ഓൾ ബൈ ഡിസൈൻ എന്ന പുസ്തകം പ്രിയപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ഇവിടെ പ്രകാശനം ചെയ്തു. അതിൽ ആദ്യമേ പറയേണ്ടത് ആ പുസ്തകത്തിൻ്റെ പേര് മലയാളത്തിലാക്കിയില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ശരി. കാരണം ഓൾ ബൈ ഡിസൈൻ എന്ന വാക്ക് എന്ന പദം അത് ഉപയോഗിക്കുമ്പോൾ അതിന് തത്തുല്യമായൊരു മലയാള പദം കണ്ടെത്താൻ പ്രയാസമാണ്. ആരുടെ ഡിസൈനാണിതെല്ലാം? ഈ പുസ്തകം വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിജയചരിത്രം, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വിജയചരിത്രമാണ് അതിൽ പ്രതിപാദിക്കപ്പെടുന്നത്. അത് സ്വന്തം കഴിവുകൊണ്ടല്ല, അതെല്ലാം ഒരു ബൈ ഡിസൈൻ ഉണ്ടായതാണ് എന്ന് ദൈവവിശ്വാസിയായ ഡാർലി ഉമ്മൻ കോശി പറയുന്നു. ജഗന്നികന്താവിൻ്റെ ഡിസൈനിലൂടെയാണ് താൻ ഈ ഉന്നതി കൈവരിച്ചത് എന്ന് അദ്ദേഹം അതിൽ കൂടെ അർത്ഥമാക്കുന്നുണ്ട്. ഈ പേരിൻ്റെ
മേന്മയെക്കുറിച്ച് പറഞ്ഞതോടൊപ്പം ഇവിടെ ഡോക്ടർ തമ്പാൻ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലുമുള്ള പദങ്ങളൊക്കെ മലയാളത്തിലേക്ക് എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല, അത് നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചിലപ്പോൾ നല്ല ഒന്നാന്തരം മലയാള പദങ്ങൾ ഉണ്ടാവും, നമ്മൾ അത് ഉപയോഗിക്കുകയും വേണം. ഒരു ഉദാഹരണത്തിന് ഡോക്ടർ തമ്പാൻ ഓർക്കുന്നുണ്ടാവണം, ശ്രീ M ഹസൻ പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, പ്രവാസികാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി. പ്രവാസികാര്യ വകുപ്പ് ഉണ്ടാക്കിയതും അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയും എല്ലാം ഞാനാണ്. ആ സമയത്ത് ഞങ്ങൾ ഡോക്ടർ തമ്പാന്, ഞാൻ, ശ്രീ M ഹസൻ തുടങ്ങിയവരെല്ലാം കൂടി തീരുമാനിച്ചു പ്രവാസികളുടെ ഒരു സമ്മേളനം നമുക്കിവിടെ നടത്തണം എന്ന്. അപ്പോൾ അന്ന് ആദ്യം അതിൻ്റെ പേര് NRI കോൺക്ലേവ് എന്നാണ് പേരിട്ടത്. അപ്പോൾ ഞാനതിനെ എതിർത്തു. അല്ല, അത് വേറെ. അപ്പോൾ NRI കോൺക്ലേവ് എന്ന് പേരിട്ടപ്പോൾ അമിതാഭ് കാന്താണ് ആ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, NRI കോൺക്ലേവ് ശരിയല്ല, ഈ കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു മീറ്റിങ്ങിനാണ് കോൺക്ലേവ് എന്ന് പറയുന്നത്. പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന മീറ്റിംഗ്, അത് പേപ്പൽ കോൺക്ലേവ് ആണ്. അവിടെ എന്ത് സംഭവിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ. വെള്ളപ്പുക വരുന്നോ കറുത്ത പുക വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ആളിനെ തിരഞ്ഞെടുത്തു എന്ന്. അപ്പോൾ ആ രഹസ്യ സ്വഭാവമുള്ള ഒരു സമ്മേളനത്തിനാണ് കോൺക്ലേവ് പറയുന്നത്. അതുകൊണ്ട് അത് ശരിയല്ല. പ്രവാസികളുടെ ഒരു സമ്മേളനം നടത്തുമ്പോൾ അതിലെന്ത് രഹസ്യ സ്വഭാവമാണുള്ളത്, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സമവായം എന്ന പേര് നിർദ്ദേശിച്ചു. അപ്പം അന്ന് ഓർക്കുന്നുണ്ടോ, അന്ന് അവിടെ മീറ്റിങ്ങിലിരുന്ന 2-3 IAS ഉദ്യോഗസ്ഥർ എന്നെ വിമർശിച്ചു, ഇത് വായിൽ കൊള്ളാത്ത വാക്കാണ് ഈ സമവായം, ഇന്നുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, സമവായം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും വേർതിരിക്കാനാവാത്ത ബന്ധം എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് പ്രവാസി മലയാളികളും ഇവിടുത്തെ തദ്ദേശീയരായ മലയാളികളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും വേർതിരിക്കാൻ പാടില്ലാത്തതാണ് എന്ന അർത്ഥത്തിലാണ് സമവായം എന്ന വാക്ക് ഞങ്ങൾ ഉപയോഗിച്ചത്. വാസ്തവത്തിൽ നമ്മളാണ് അന്ന് അത് പ്രചാരത്തിലാക്കിയത്. പക്ഷെ അതിനുശേഷം ഇപ്പം പത്രം എടുത്ത് വായിച്ചാൽ എല്ലാത്തിനും സമവായം വേണമെന്ന് പറയും. അതെങ്ങനെ സാധിക്കും? ഇപ്പം അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും തമ്മിലൊരു സമവായം വേണമെന്ന് നിയമസഭയിൽ പറയുന്നത് കേൾക്കാം. അവർ തമ്മിൽ എങ്ങനെയാണ് വേർതിരിക്കാനാവാത്ത ബന്ധം ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ വാക്ക് തെറ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നല്ല നല്ല മലയാള വാക്കുകൾ, ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഔദ്യോഗിക ഒരു വസതി ഉണ്ടാക്കി, അതിന് ഞാൻ സുമാനുഷ്യം എന്ന് പേരിട്ടു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതെന്താ ഈ സുമാനുഷ്യം എന്ന് പറഞ്ഞാൽ? അത് നല്ല മലയാള പദമല്ലേ, നല്ല മനുഷ്യർ താമസിക്കുന്ന സ്ഥലമായിരിക്കണം ആ വീട് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, നല്ല മനുഷ്യരല്ലാത്തത് വന്നാലത്തെ സ്ഥിതി എന്താകുമെന്ന്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാറോട് പ്രസംഗിച്ചപ്പം നല്ലൊരു കാര്യമാണ്, ഈ കാത്തിരിപ്പ് കേന്ദ്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. സാർ, അതുപോലെ തന്നെ ആ പേര് മാറ്റണമെന്ന് അങ്ങ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. അതുപോലെ തന്നെ മാറ്റേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം, ഇവിടെ റോഡിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, -MLA അല്ലെങ്കിൽ MP ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചുണ്ടാക്കിയ മൂത്രപ്പുര എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. MP പേരും അല്ലെങ്കിൽ MLA പേരും ഈ മൂത്രപ്പുരയും വലിയ അക്ഷരത്തിലും ബാക്കിയെല്ലാം ചെറുതുമായിരിക്കും. പിന്നെ ചില സ്ഥലത്ത് ഈ ആസ്തി എന്നുള്ളത് എഴുതാൻ അറിയാത്തവർ അസ്ഥി എന്ന് എഴുതും. അപ്പം ഈ MLA MP അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച ഫണ്ട് ഇവരുടെയൊക്കെ തറവാട് സ്വത്താണോ, അവിടെ നിന്ന് കൊണ്ടുവന്ന പണമാണോ? ഇതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. എന്തെങ്കിലും അധികാരം കിട്ടുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ ബോർഡ് അങ്ങ് നിരോധിക്കണം. ഇത് ശരിയല്ല. ഇത് നമ്മുടെയൊക്കെ ടാക്സ് പേയേഴ്സിൻ്റെ പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്, അല്ലാതെ MLA MP വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പേരുകളൊക്കെ ഒന്ന് മാറ്റേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഇവിടെ പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇവിടെ അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച്. കാരണം ആ പുസ്തകം പിന്നെ എനിക്ക് ഇന്നാണ് കിട്ടിയത്. അദ്ദേഹം അത് എനിക്ക് ഇമെയിലിൽ അയച്ചു തന്നു. പക്ഷേ എൻ്റെ ജോലി ഈ കവിതാ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതായതുകൊണ്ട് ഇതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ എന്നാലും എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്. കാരണം ഡാർലിയും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് 1/2 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു അദ്ദേഹത്തിനായിരിക്കും സിനോറിറ്റി. ശരിയാണ്, ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞാൽ പിന്നത്തെ സിനോറിറ്റി സെക്കൻഡ് എനിക്കായിരിക്കും. കാരണം ഞങ്ങൾ ഒരു പള്ളിക്കാരാണ്. പിന്നെ പോരെങ്കിൽ എന്തോ ഒരുമിച്ച് പഠിച്ചാൽ അവിടെ നജീബിന് അതിനേക്കാൾ സിനോറിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള
ഈ ഒരു എന്താണ് പറയേണ്ടത്, ഒരു 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 കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അതെ, പ്രസംഗ തൊഴിലാളികളാണ് ഞങ്ങളെല്ലാം. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ പ്രസംഗവേദികളിലാണ് പലപ്പോഴും ഞങ്ങൾ ഏറ്റുമുട്ടാറുള്ളത്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം ഡാർലിയുടെ പേരിനെക്കുറിച്ച് ഇവിടെ ഷെറിയാൻ ഫിലിപ്പ് പറഞ്ഞില്ലേ, ഈ ഡാർലി ഉമ്മൻ കോശിയുടെ പേരും എൻ്റെ പേരിനും ഒരു സാമ്യമുണ്ട്. കാരണം ഡാർലി എന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് പെട്ടെന്ന് അറിയില്ല. അതിൽ ജിജി എന്ന് പറഞ്ഞാലും ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചില ഗുണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഒന്ന് സൂചിപ്പിക്കാം. കാരണം ഞാൻ IAS ഇൻ്റർവ്യൂവിന് ആണ് ആദ്യമായിട്ട് കേരളം വിട്ട് പുറത്തു പോകുന്നത്. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ പിന്നെ ഒരു ഞങ്ങളുടെ എന്താണ് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട് റിസർവേഷൻ സമ്പാദിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ പേരുകൾ കറക്റ്റ് റിസർവേഷൻ ചാർട്ടിലുണ്ടാവും. ഞാൻ ട്രെയിനിൽ കയറാൻ ചെന്ന സമയത്ത് എൻ്റെ പേര് റിസർവേഷൻ ചാർട്ടിലുണ്ടായില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ പറഞ്ഞ് ഓടിച്ചെന്ന ട്രെയിൻ സൂപ്പറിനോട് പറഞ്ഞു, ഇയാളിങ്ങനെ IAS ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അവിടെ ഒന്ന് കടത്തി വിടണം എന്ന് പറഞ്ഞു. ഞാൻ ട്രെയിൻ സൂപ്പറിൻ്റെ കൂടെ കയറിയാണ് അങ്ങ് ഡൽഹിക്ക് പുറപ്പെട്ടത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് റെയിൽവേ മാനേജറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡിവിഷൻ മാനേജറുമായിട്ടൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അതിനകത്ത് റിസർവേഷൻ കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നോക്കി വന്നപ്പോൾ എൻ്റെ പേര് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കിടന്നു. എന്നാൽ ആ മനുഷ്യൻ എന്തൊരു ദുഷ്ടനാണെന്ന് ആലോചിക്കണം. എന്നെ ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല. അല്ലെങ്കിൽ ആ യാത്ര എത്ര സുഖകരമാകുമായിരുന്നു അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ ഡാർലിക്കുണ്ട്. അത് ഡാർലി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അതാണ് സാറ് പറഞ്ഞത്. സ്വന്തം കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇതൊരു സർവീസ് സ്റ്റോറിയാണ്. അത് ഈ പുസ്തകം ശരിക്കും ഞാൻ ഓടിച്ച് വായിച്ചു നോക്കി. അപ്പം ഞാനിത് കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡാർലി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് കോട്ട് ചെയ്യാം. അതിൽ അദ്ദേഹം പറയുന്നു, അതിൽ ചിലപ്പോൾ ഒഴുക്കിനനുസരിച്ച് നീന്തുകയും മറ്റു ചിലപ്പോൾ ഒഴുക്കിനെതിരെ മറികടന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതയാത്ര രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ നല്ല, വളരെ ചിന്തനീയമായ ഒരു പ്രസ്താവമാണത്. ഇത് ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ ബ്രൂട്ടസ് കാഷ്യസിനോട് പറയുന്ന കാര്യം ഇതാണ്: There is a tide in the affairs of men which, taken to flood, leads to fortune. Omitted, all the voyage of their life is bound in shallows and in miseries. എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു വേലിയേറ്റം ഉണ്ടാവും. ആ വേലിയേറ്റം നമ്മൾ എങ്ങനെ അത് ഉപയോഗപ്പെടുത്തുന്നു, ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് ഇത് വിശദമായി വായിച്ചില്ല, ഓടിച്ചാണ് വായിച്ചത്. അതിൽ തന്നെ അദ്ദേഹം കൈത്തറി രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് അവിടെയാണ് തുടക്കം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയം നൂൽ ബാങ്ക് എന്ന സങ്കല്പമായിരുന്നു. അങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് NIDയുടെ ഡയറക്ടറായി ആ സമയത്ത് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിയുന്നുണ്ട് ഡാർലി അവിടെ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് അതിനെക്കുറിച്ചൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതും അദ്ദേഹത്തെ പ്രശംസിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ആ NIDയുടെ ഇന്നത്തെ നിലയിലേക്ക് അതിനെ എത്തിക്കാൻ അഹോരാത്രം പാടുപെട്ട ഒരാളാണ് ഡാർലി ഉമ്മൻ കോശി. ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ മേന്മ ഈ പുസ്തകം റെസിലിയൻസിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. റെസിലിയൻസ് എന്ന പദത്തിന്, ഇംഗ്ലീഷ് പദത്തിന് മലയാളത്തിൽ എന്താവും സർ പറയേണ്ടത്? സ്ഥിരോത്സാഹം എന്ന് പറഞ്ഞാൽ മതിയോ? എന്തായാലും ആ റെസിലിയൻസ് എന്ന് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നു? ഇപ്പോൾ രണ്ട് വലിയ മല്ലന്മാർ ബോക്സിംഗ് റിങ്ങിൽ കയറിയിട്ട് പരസ്പരം ഇടിക്കുന്നു. എത്ര നാളത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും അവർ റിങ്ങിൽ കയറുന്നത് അല്ലേ? എത്ര നാളത്തെ പരിശീലനം. ഈ പരിശീലനത്തെ രണ്ടുപേരും ഇടിക്കാൻ വേണ്ടി ഒരുമ്പെടുന്നു. അത് കഴിയുമ്പോൾ റഫറി അങ്ങ് മാറിക്കൊടുക്കും. അവർ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടി ചുരുട്ടി അവരുടെ എതിരാളിയുടെ ചെറിയിൽ ഇടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു നിമിഷം ഒരാളുടെ കണ്ണിമ വെട്ടുമ്പോൾ മറ്റേയാളുടെ ഇടി അവൻ്റെ ചെറിയിൽ വീഴുന്നു. ആ ഒറ്റ ഇടിയിൽ അവൻ താഴെ വീഴുന്നു.
ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായ മുഹമ്മദ് അലി നിമിഷങ്ങൾ കൊണ്ടാണ് എതിരാളിയെ കീഴടക്കിയത് അല്ലേ. മറ്റുള്ള സ്പോർട്സിൽ മറ്റുള്ള ഗെയിംസിലൊക്കെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആൾ, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഗോളടിച്ച ടീം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ടീം, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയ ടീം, അവരെയൊക്കെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുക. എന്നാൽ ബോക്സിങ്ങിൽ അങ്ങനെയല്ല. ഇങ്ങനെ രണ്ടുപേരെ ഒരാൾ ഇടിച്ച് നിലത്ത് വീണ് കഴിഞ്ഞാൽ റഫറി വന്നിട്ട് 1, 2, 3 എന്ന് എണ്ണാൻ തുടങ്ങും. 10 എന്ന് എണ്ണുന്നതിന് മുമ്പ് നിലത്ത് കിടക്കുന്ന ആൾ എഴുന്നേറ്റ് നിന്നിട്ട് ഇല്ല, ഞാൻ തോറ്റിട്ടില്ല, ഞാൻ ഇനിയും യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ്, ഞാൻ പോരാടും എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നതിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഡാർലിയുടെ ജീവിതത്തിൽ ഇതുപോലെ പല വീഴ്ചകളും സംഭവിച്ചപ്പോൾ അവിടെയെല്ലാം അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആത്മപരിശോധന നടത്തി എവിടെയാണ് തെറ്റുണ്ടായത് എന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വലിയ ശ്രമം അദ്ദേഹം നടത്തിയതായിട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഈ റെസിലിയൻസ് ആണ്. ഇതാണ് ജീവിത വിജയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇനി ഞാൻ എൻ്റെ ഉദ്യമത്തിലേക്ക് കിടക്കാം. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് പറയണമെന്നാണ്. I often wonder why Dali chose me to release this anthology of poems, The Gemini Man. After all, I am not a student of literature. I am a student of economics. But perhaps poetry, like life, transcends disciplines. Though I may not be equipped to offer a scholarly critique, I can share my thoughts as an ordinary reader, one who has felt the stirrings of emotion and meaning within his verses. Are they showing this one? This anthology unfolds across 36 poems divided into 4 evocative chapters: Bliss, Eclipse, Rise, and Epiphany. It maps the poet's journey, capturing the raw, unfiltered reflections of his teenage years. Some of these poems found a home in his college magazine, while others remain hidden, undiscovered gems waiting for the light. As U. Jayachandran, accomplished poet, aptly describes, Dali's poetry embodies anguish, ecstasy, and redemption. When I asked him to pick a few of his favorite poems, he, in true poetic fashion, left the decision to me. And so I have chosen 4 poems from these 4 evocative sections, hoping to do justice to the essence of his work. The first poem which I have chosen is from the first section, Bliss. The poem is titled Romantic Escapades. അവിടെ പുറകിലിരിക്കുന്നവർക്ക് കാണാൻ പ്രയാസമായിരിക്കും. കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റുമോ? All poems are very, very short poems, and it is very easy to read and understand. That is one of the hallmarks of these poems. This poem, Romantic Escapade, is a vivid and sensual exploration of love, passion, and transcendence, woven with rich evocative imagery. The poet transforms physical and emotional connection into a grand celestial experience. Love not merely shared but lived in harmony with nature, soaring as birds over the hills and populating the air with winged angels of love. Unquote. The elements of earth, sky, and water mirror the intensity of feeling, with the beloved likened to Venus and the poet himself as Cupid, elevating their love to mythic proportions. The movement in the poem, from ecstasy to descent, is striking. The crescendo of passion builds with roaring seas and cannon-shot pace, yet ultimately lands in a quiet, wistful transformation. I quote, drops of sweat and tear changed into dew. Unquote. And suggests the fleeting yet profound nature of love's height, leaving behind a delicate imprint rather than a lasting embrace.
A deeply expressive and emotionally charged work, this poem captures the essence of longing, joy, and the inevitable transience of passion. The second poem which I've selected is from the chapter Eclipse. Where am I? This poem is a powerful and deeply melancholic exploration of alienation, suffering, and the yearning for escape. Through its repetition of where am I as the stranger, the outsider, the unwanted, the poet grabs an overwhelming sense of isolation, reinforcing the emotional depth of detachment from the world. The imagery of beckoning hands away, soothing words afar, patting touches apart, highlights the absence of warmth, support, and connection, leaving the speaker adrift in solitude. The descent from the prime of youth to the hell of agony starkly contrasts the vitality of life with the cruel weight of suffering, emphasizing the harsh realities of existence. The metaphor of the hermit crab withdrawing from the world further amplifies the desire for retreat, mirroring the speaker's emotional exhaustion. As the poem intensifies, the invocation of pallbearers signals a surrender to solitude, culminating in the haunting final line where thick air is densely packed. Perhaps an acknowledgement of the suffocating silence of death or the emotional burden of despair. In its rawness and emotional honesty, the poem gives voice to profound human struggles, loss, loneliness, and the search for peace. It is a poignant reflection on the fragility of the human spirit, urging the reader to confront the darker dimensions of existence. The third poem is Rise, from the chapter Rise. This is the best poem as far as I am concerned. And mind you, this poem is just 14 lines only. And this you wrote when you were 18? 18. When you wrote this poem when you was 18. And this is not the one. Iconoclast. Yeah. Iconoclast. This is a poem which every one of you can read within no time. Now, the poem presents a stark and unsettling meditation on destruction, rebellion, and the erasure of identity. The speaker's journey begins with self-annihilation, killing the mind, soul, and memory. My first bullet killed my mind. The second bullet killed my soul, and yet another one killed my memory. Now, without these faculties, friends, the individual becomes untethered, free to act without consequence or remorse. Yeah. The phrase happy hunting spree is disturbingly ironic, contrasting the idea of violence with a sense of gratification, perhaps implying the speaker's descent into chaos and euphoric release of breaking societal norms. The final act, the destruction of revered icons, signals the climax of an iconoclast rebellion, striking down established figures or traditions that once commanded respect. The fact that these icons were on the way to heavens adds an eerie, almost sacrilegious quality, suggesting defiance against both divine and earthly authority. The poem's abrupt, fragmented structure mirrors the chaos and senselessness of destruction, reinforcing its unsettling themes. It challenges the reader to question whether this violence is symbolic, representing the collapse of old beliefs, or literal portraying unchecked nihilism. Either way, it's a deeply provocative and intense reflection on power, rebellion, and loss. Friends, the last poem which I selected is from the fourth section, Epiphany. Overnight, I grew old. Next, that one, correct. Overnight, I grew old. This poem is deeply poignant, capturing the raw, irreversible passage of time through grief.
The repetition of overnight I grew old powerfully conveys how loss can transform a person instantly, making the weight of absence tangible. The imagery, fading laughter, weakening knees, silent lips, paints a heartbreaking picture of how sorrow manifests physically and emotionally. The closing lines are especially haunting where shadows stretch to light fades and the sun disappears without a trace, a perfect metaphor for the dimming of warmth and security that a mother provides. There is a profound universality in this sentiment. Anyone who has lost a loved one can feel the ache in these words. This poem is more than just an expression of grief. It is an ode to the irreversible change that loss brings, and in its quiet devastation, it honors the love that once was. It's truly moving, Dali. To conclude, I would use the imagery Dali uses in the poem The Phoenix. This poem is a delicate interplay of nostalgia, melancholy, and determination. The contrast between past joy and present sorrow adds an aching vulnerability, making the reflection deeply relatable. Yet amid the despair, the poem shifts toward a powerful question: how to rise, how to reclaim hope. The invocation of a mythical phoenix is particularly striking as it transforms the poem's sorrow into resilience, offering not just a lamentation but a fierce declaration of renewal. This journey from introspection to determination makes the poem an inspiring exploration of human endurance, an artistic reminder that from loss, strength can emerge. Yeah. I wish Dali rise like a phoenix to reclaim joy and redefine destiny. Ladies and gentlemen, with these words, I have the great privilege to declare that the book is released. Thank you. Thank you, sir. Moving on to felicitations. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് പ്രൊഫസർ AG ജോർജ് അവർകളെയാണ്. ശ്രീ ഡാലി കോഷിയുടെ ജീവിതത്തിൽ വളരെ വലിയൊരു സ്ഥാനമാണ് അദ്ദേഹം വഹിച്ചിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജ് പഠനകാലത്ത് ഗുരുസ്ഥാനീയനായ ഈ വ്യക്തിപ്രഭാവം ശ്രീ ഡാലിയുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദരപൂർവ്വം പ്രൊഫസർ AG ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ ബാലചന്ദ്രൻ, ഈ ചടങ്ങിൻ്റെ മുഖ്യ കണ്ണിയായ ഡോക്ടർ ഡാർലി ഉമ്മൻ കോശി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, അസാമാന്യമായ സഹിഷ്ണുതയോടെ ഇരിക്കുന്ന ഈ സദസ്സിൻ്റെ മുൻപിൽ ഒരു ദീർഘമായി പ്രസംഗം നടത്തി അനൗചിത്യം കാണിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അധ്യാപകൻ എന്ന ദൗർബല്യമുണ്ടെങ്കിൽ പോലും 60 മിനിറ്റ് വേദിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യമെന്ന് വിചാരിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ പശ്ചാത്തലമുണ്ടെങ്കിലും ഇവിടെ 5 മിനിറ്റ് കൊണ്ട് അത് പൂർത്തിയാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു നേരിയ ഗ്രഹാതുരത്വമുണ്ട് എന്ന് ഇവിടുത്തെ നേരത്തെ പ്രസംഗിച്ചവർ ചൂണ്ടിക്കാട്ടി. ഒരു യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന ഒരു പ്രതീതിയുണ്ട് എന്ന് പറഞ്ഞാൽ ലേശം മാത്രമേ അത് അധികപ്പറ്റാവുകയുള്ളൂ. എൻ്റെ ശിഷ്യന്മാരാണ് ഡോക്ടർ ഡാർലി ഉമ്മൻ കോശി, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഡോക്ടർ BS ബാലചന്ദ്രൻ. എൻ്റെ ഭാര്യയുടെ ശിഷ്യനാണ് ഈ ജിജി തോംസൺ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. അത് അദ്ദേഹത്തിന് അറിയാമോന്ന് എനിക്കറിഞ്ഞൂടാ. അറിയാമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പ്രത്യക്ഷമായും പരോക്ഷമായും വിദ്യാർത്ഥികളുടെ ഒരു സമൂഹത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പുസ്തകങ്ങളെ സംബന്ധിച്ചും ഗ്രന്ഥകർത്താവിനെ കുറിച്ചും ധാരാളം പറഞ്ഞതുകൊണ്ട് ഇനിയും പരാമർശിക്കുവാൻ അധികം വിഷയം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്നാലും എന്നെ ഈ കാര്യം ചുമതലപ്പെടുത്തിയതുകൊണ്ട് ആ ചടങ്ങ് സത്യസന്ധമായി നിറവേറ്റണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഡാർലി ഉമ്മൻകോശിയെ ഒരു വിദ്യാർത്ഥിയായി കാണുന്നത് 1972 അരനൂറ്റാണ്ടിന് മുൻപ്. നിങ്ങൾ ദയവായി മനക്കണക്ക് നടത്തി ഞങ്ങളുടെ പ്രായം നിശ്ചയിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ബഹുമാനപ്പെട്ട ജിജി തോംസൺ ഒരു ബോംബ് പൊട്ടിച്ചു, അദ്ദേഹം 70 വയസ്സായി എന്ന്. എനിക്കതറിയാമെങ്കിലും ഞാൻ ബോധപൂർവം പറയാതിരിക്കണമെന്ന നിർബന്ധത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അദ്ദേഹം അത് പൊട്ടിച്ചതുകൊണ്ട് ഇനിയും വലുതായിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. 1972 ജൂൺ മാസത്തിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സിൽ വന്നിരുന്ന ഡാർലി ഉമ്മൻകോശിയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്, ട്രാജക്ടറി എന്ന് പറയും, അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയും. ആ ട്രാജക്ടറി പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം ഓരോ തവണയും ചാടി ചാടി ഇങ്ങനെ പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞതൊന്നും ഞാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. അദ്ദേഹം പ്രീ ഡിഗ്രി എന്ന് പറയുന്ന അന്നത്തെ +2 സെക്കൻഡ് ഗ്രൂപ്പ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കോമ്പിനേഷനാണ് പഠിച്ചത്. അന്ന് സ്വാഭാവികമായി ഒരു മുൻ നിർണയമുണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്നവനെല്ലാം എഞ്ചിനീയർ ആകണം, സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നവനെല്ലാം ഡോക്ടർ ആകണം എന്ന ഒരു സമവാക്യം അന്ന് രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഡാർലി ഉമ്മൻകോശി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തപ്പോൾ ഒരു ഡോക്ടർ ആവുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ +2 പാസ്സായിട്ട് സ്വാഭാവികമായി അദ്ദേഹം ഒരു സയൻസ് വിഷയത്തിൽ BAക്കോ BSCക്കോ MSCക്കോ പോകേണ്ടയാൾ വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് അവിടെ ഒരു ദിശാമാറ്റം കാണുന്നത്. അദ്ദേഹം നേരെ വന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ലിറ്ററേച്ചർ BAക്കാണ് ചേരുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ബോട്ടണിയും സുവോളജിയും ഇംഗ്ലീഷ് സാഹിത്യവും ഷേക്സ്പിയറും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ ബോട്ടണിയും സുവോളജിയും ഒക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥി ഷേക്സ്പിയർ പഠിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ എന്തോ സാരമായ തകരാറുണ്ട് എന്ന് അധ്യാപകർ ധരിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ അദ്ദേഹം ക്ലാസ്സിലിരുന്നപ്പോൾ ഞാൻ ആംസ് ആൻഡ് ദ മാൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് പഠിപ്പിച്ചതെന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹം നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെർണഡ് ഷോ എഴുതിയൊരു നാടകമാണ്. ബെർണഡ് ഷോയെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയും, ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു നിഷ്ഠയുണ്ടായിരുന്നു, എപ്പോഴും മുൻ ബെഞ്ചിലേ ഇരിക്കുകയുള്ളൂ. നിങ്ങൾ ഓർക്കണം, 17 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരാളിൻ്റെ മുഖമൊക്കെ നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ പറ്റുമെങ്കിൽ ഇതുമായി എത്ര സാദൃശ്യമുണ്ട് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊണ്ടാൽ മതി. ഞാൻ ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിടുന്നു. അപ്പോൾ വളരെ കൗതുകത്തോടുകൂടെ ജിജ്ഞാസയോടുകൂടെ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ സങ്കല്പത്തിന് അല്പമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുക്കളായിരുന്നവരുടെ കൂട്ടത്തിൽ പ്രൊഫസർ G. കുമാരപിള്ള, പ്രൊഫസർ ഹൃദയകുമാരി, പ്രൊഫസർ KK നീലകണ്ഠൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ പക്ഷിശാസ്ത്രത്തെക്കുറിച്ച് അതിപ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച ഒരാളായിരുന്നു പ്രൊഫസർ KK നീലകണ്ഠൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വകുപ്പിൻ്റെ അധ്യക്ഷൻ. ഹൃദയകുമാരി ടീച്ചറിൻ്റെ ശിഷ്യനാണ് ഈ ഇരിക്കുന്നത്. കുമാരപിള്ള സാറിൻ്റെ ശിഷ്യനാണ് ഈ ഇരിക്കുന്നവരെല്ലാം. വിഷ്ണുനാരായണൻ നമ്പൂരിയുടെ ശിഷ്യനാണ്, കൂട്ടത്തിൽ എൻ്റെയും. അപ്പോൾ അവർക്കുണ്ടാകുന്ന അഭിമാനം എത്ര വലുതാണ്. അതോടൊപ്പം തന്നെ മറുകണ്ഠം ചാടി കിഴക്കേപ്പുറത്തു നിന്ന് പടിഞ്ഞാറേപ്പുറത്തേക്ക് വന്ന് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പേര് കേട്ടാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഞെട്ടിപ്പോവും. പ്രൊഫസർ ONV കുറുപ്പ്, തിരുനെല്ലൂർ കരുണാകരൻ, സുന്ദരം ധനുവച്ചപുരം, ആനന്ദക്കുട്ടൻ, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾ? നബീസ ഉമ്മാൾ, N. കൃഷ്ണപിള്ള സാർ, പന്മന രാമേന്ദ്രൻ നായർ, നരേന്ദ്രപ്രസാദ് ഇംഗ്ലീഷാണ്, മലയാളത്തിലാണ് അഭിനയിച്ചതെങ്കിലും ഇംഗ്ലീഷ് അധ്യാപകനാണ്. കൃഷ്ണൻ നായർ. അപ്പോൾ നോക്കണം, ഇവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കുറ്റം പറയാനുണ്ടോ? സർവദാ യോഗ്യരായിട്ടുള്ള ആളുകളാണ് ഈ വേദിയിൽ ഇരിക്കുന്നതെന്നതിനെ കുറിച്ച് തർക്കമില്ല. യൂണിവേഴ്സിറ്റി കോളേജ് 180 വർഷത്തോളം പഴക്കമുള്ള കോളേജിൽ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്ട് ഒരു രാജകൊട്ടാരത്തിൻ്റെ വരാന്തയിലെങ്കിലും ഇരിക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു. ആന്റണി തോമസും അവിടെ പഠിച്ച ആളാണെന്ന് എൻ്റെ വിശ്വാസം. അദ്ദേഹം ബഹുമാനം കൊണ്ടായിരിക്കാം തലകുനിച്ചിരിക്കുന്നത്. ഏതായാലും
ഇങ്ങനെയുള്ള ഒരു വലിയ സമൂഹത്തിലാണ് ഇവർ വളർന്നത്. അതുകൊണ്ട് എനിക്ക് ഡാർലി ഉമ്മൻ കോശിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. വളരെ കൗതുകത്തോടുകൂടെ ക്ലാസ്സിലിരുന്ന ഒരു 17 വയസ്സുള്ള നിഷ്കളങ്കനായ ബാലൻ്റെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത്. സ്വാഭാവികമായി അന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പൂർത്തിയാക്കാം. BA ഇംഗ്ലീഷിൽ ചേർന്നാൽ ഒരു നോർമൽ ട്രാക്കിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അടുത്തത് MA ഇംഗ്ലീഷാണ്. MA ഇംഗ്ലീഷിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കോളേജ് അധ്യാപകനാവുക. കാരണം ഇംഗ്ലീഷിന് വേറെ വലിയ ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നും വലിയ സ്കോപ്പില്ല. അപ്പോൾ ഇംഗ്ലീഷ് MA പാസ്സായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലോ ഒക്കെ പോയി. വിജയാനന്ദ് എൻ്റെ ശിഷ്യനാണ്. അതെ ആയി. അതുപോലെ തന്നെ ഭരത് ഭൂഷൺ എൻ്റെ ശിഷ്യനാണ്. അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ ചെറിയാമ്പിലിപ്പൊക്കെ കൊച്ചാളായി പോവും. അപ്പോൾ അതുകൊണ്ട് അല്ലല്ല അതെ. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ അനുയായികളാണ് കൂടുതൽ. ഇതേ സംബന്ധിച്ചോളം ശിഷ്യന്മാരാണ് കൂടുതൽ. ശിഷ്യൻ എന്നുള്ള വാക്യത്തിന് കടുത്തതാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നാൽ. അതെ. അപ്പോൾ ആ തരത്തിലാണ് ചെറിയാൻ ഫിലിപ്പ് സമ്മർ സോൾട്ട് അടിച്ച് മേളത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന കഥയൊക്കെ പറയാനാണെങ്കിൽ വേറെയുണ്ട്. SFI KSUവിൻ്റെ ഒരു വലിയ സമരത്തിലൊക്കെ അദ്ദേഹം സമ്മർ സോൾട്ട് അടിച്ച് വീണ കഥയൊക്കെ ഞാൻ നേരിട്ട് കണ്ടവനാണ്. അത് പോകട്ടെ, അത് മറ്റൊരു ഭാഗം. എന്തായാലും ഇത്രയും വലിയൊരു കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി MA ഇംഗ്ലീഷിലേക്ക് പോകാതെ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയത് ഇവാനിയോസ് കോളേജിൽ 2-3 ദിവസം BSc ബോട്ടണി ക്ലാസ്സിൽ പോയി എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം മുൻപിൽ കൂടെ പോയി പുറയിൽ കൂടെ ഇറങ്ങി രക്ഷപ്പെട്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് BA ലിറ്ററേച്ചർ എടുത്തിട്ട് അതിനുശേഷം അദ്ദേഹം സ്വാഭാവികമായി പരിണമിക്കേണ്ട ഒരു MA ഇംഗ്ലീഷിന് പോകാതെ അദ്ദേഹത്തോടെ ആരോ ഒക്കെ പറഞ്ഞു കേട്ടു കൊച്ചിയിൽ എന്തോ നല്ല സാധനം കിട്ടാനുണ്ട് എന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ കുസാറ്റിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ മാനേജ്മെന്റ് ആക്കി. അവിടെയും തീരുന്നില്ല പ്രശ്നം. നേരത്തെ പറഞ്ഞതുപോലെ ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി ഞൊടിയിടയിൽ സംസാരിക്കാനുള്ള പ്രാഗൽഭ്യമുള്ള ഒരാളാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹം എത്രയോ സമ്മാനങ്ങളാണ് പ്രസംഗ മത്സരത്തിൽ വാരിക്കൂട്ടിയത്. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ മാഗസിൻ എഡിറ്റർ ആയിരുന്നു SFIയുടെ പേരിൽ. അതെ, ഡോക്ടർ NS വാര്യരൊക്കെ പ്രിൻസിപ്പലായിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ചെറിയാൻ ഫിലിപ്പ് നേരത്തെ പറഞ്ഞല്ലോ, സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വാങ്ങിക്കൂട്ടിയതാണ്. അപ്പോൾ അതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് രാത്രി പോകാനൊക്കാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വിടുന്നു. അതുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഡാർലിയുടെ പ്രശ്നം ഡിന്നർ കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അത് ഞാൻ അദ്ദേഹത്തിന് വിടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആതിഥ്യ മര്യാദ കുറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ ഏതായാലും അദ്ദേഹം MA ഇംഗ്ലീഷ് നേരെ അപ്പോൾ പോകണം, ട്രാക്ക് തെറ്റുന്ന നോക്കണം. ലിറ്ററേച്ചർ MA പഠിച്ച് ഷേക്സ്പിയറും ആംസ് ആൻഡ് ദ മാൻ ബെർണഷായും പഠിച്ചിട്ട് അദ്ദേഹം നേരെ പോകുന്നു മാനേജ്മെൻറ്റ് പഠിക്കാൻ. ഇത് തമ്മിൽ എന്താണ്? കടലും കടലാടിയും പോലുള്ള ബന്ധം മാത്രം. അവിടെയും നിന്നില്ല. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നതായ ഫാഷൻ ഡിസൈൻ സ്കിൽ. അതാണ് ഇപ്പോൾ സ്കില്ലിനുള്ള മലയാള വാക്കാണ് എന്തെന്നാണ്? നൈപുണി. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു അശ്ലീല പദം പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പദം ഉപയോഗിക്കാറില്ല. അതിനൊരു അശ്ലീല ചുവയുള്ള പദമാണ് ഈ നൈപുണി എന്നൊക്കെ പറയുന്നത്. ക്ഷമിക്കണം. അതുകൊണ്ട് ഞാനത് മലയാളം ഉപയോഗിക്കുന്നില്ല. സ്കില്ലെന്ന് തന്നെ ഡിസൈൻ അത് ചേരുന്ന അതാണ് ഫാഷൻ ഡിസൈൻ. എന്തോ എന്നാണ് നൈപുണി എന്ന് പറയുന്നതിന് ആരോ ഉത്തരവാദി? ഞാനല്ല. ഇവിടെ പറഞ്ഞവരെല്ലാം നൈപുണി. IAS ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞ നൈപുണി എന്നാണ്. എന്നാ എല്ലാവരും സ്വീകരിക്കണം. സ്വീകരിച്ചോ? സ്വീകരിച്ചില്ല. നൈപുണി മതി എന്ന് പറയുന്നു. അവിടെയാണ് എനിക്ക് ഈ അശ്ലീല ചുവയുണ്ടെന്ന് പറയാനായ കാരണം. പോകട്ടെ, അത് മറ്റൊരു വിഷയം. ഏതായാലും അവിടെ നിൽക്കുന്നു. അവിടെ എത്തിപ്പറ്റിയതിന് ശേഷം അദ്ദേഹം പോയിരിക്കുന്ന ഈ പറയുന്ന ഫാഷൻ ഡിസൈൻ ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ട്രാജക്ടറിയും കൂടെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന ദിശാമാറ്റങ്ങളുടെ എത്രയോ പോയിന്റുകൾ, എത്രയോ ദിശകളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സർവകലാ വല്ലഭനാണ് ഈ ഡാർലി ഉമ്മൻ കോശി. നിങ്ങളൊന്ന് കൈയടിക്കാത്തതാ? ആ തരത്തിൽ വളർന്നു വന്ന എൻ്റെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു. അതാണ് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ സാങ്കത്യം. അല്ലാതെ ഈ ഇംഗ്ലീഷ് കവിതയൊന്നും വ്യാഖ്യാനം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ അഭിമാനത്തോടുകൂടെ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന ബാലചന്ദ്രൻ്റെ സാന്നിധ്യം. നിങ്ങൾ ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും ബാലചന്ദ്രൻ എൻ്റെ അധ്യാപകനാണോ, ഞാൻ അദ്ദേഹത്തിൻ്റെ. അത് യാദൃശ്ചികമായുണ്ടായ രൂപമാറ്റമാണ്.
അത് ബോധപൂർവമായി വരുത്തിയതല്ല. അത് എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് ഒരു ബയോളജിക്കൽ ഇഷ്യൂ ആണ്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ BS ബാലചന്ദ്രൻ എൻ്റെ വിദ്യാർത്ഥിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നു. ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞാലൊന്നും തീരത്തില്ല. അദ്ദേഹത്തെ എൻ്റെ വിദ്യാർത്ഥിയാണ്. ഈ പറഞ്ഞോണം മൈ സ്റ്റുഡൻറ് ഇൻ ലോ ആണ് ഈ ജിജി തോംസൺ. ആ തരത്തിലുള്ള ബന്ധം അങ്ങനെ നിൽക്കുന്നു. അദ്ദേഹം എൻ്റെ വിദ്യാർത്ഥി അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ എൻ്റെ വിദ്യാർത്ഥിയാണ്. അപ്പം നിങ്ങൾ നോക്കണം, എന്നെയാണോ ആദരിക്കേണ്ടത് അതോ ഡാർലിയാണോ ആദരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. ഏതായാലും ഡാർലി ഉമ്മൻകോശിയുടെ തുടർ പ്രവർത്തനങ്ങളിൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ദീർഘായുസ്സും സകല നന്മകളും അദ്ദേഹം കൈവയ്ക്കുന്ന എല്ലാ മേഖലകളും ഉണ്ടാകട്ടെ എന്ന് സത്യസന്ധമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.